എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കനത്ത മഴയും പുഴയിലടിഞ്ഞ മാലിന്യവും മൂലം ഊന്നിവലകൾ വ്യാപകമായി നശിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾ പട്ടിണിയുടെ പിടിയിൽ. കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പുഴയോരങ്ങളിൽ നിരവധി ഊന്നിവലകളുണ്ട്. ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള സീസണിലാണ് ഊന്നിവല തൊഴിലാളികളുടെ പ്രതീക്ഷ. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പ്രദേശത്തെ ഒട്ടുമിക്ക ഊന്നിവലകളും പാടെ നശിച്ചു. മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും പെരിങ്ങൽകുത്ത് ഡാം തുറക്കുകയും ചെയ്തതാണ് ഊന്നിവലകൾ നശിക്കാൻ കാരണമായത്. ശക്തമായ വേലിയിറക്കത്തിനിടയിൽ മാലിന്യം ഒന്നാകെ വന്നടിഞ്ഞ് വലകൾ കീറുകയും ഊന്നിക്കുറ്റികൾ കടപുഴകി പോവുകയും ചെയ്തു. പുതിയ വലയും കുറ്റിയും സ്ഥാപിക്കുന്നത് 50,000-ഓളം രൂപ ചിലവ് വരുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇത്തരത്തിൽ നിരവധി വലകളാണ് ഓരോ തൊഴിലാളിക്കും നഷ്ടമായത്. അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന അവസ്ഥയിലാണുള്ളത്. ഈ ദുരവസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ കാരണം മത്സ്യത്തൊഴിലാളികളുടെ യഥാർത്ഥ അവസ്ഥ അറിയണമെങ്കിൽ അവരായിട്ട് അടുത്ത് വഴി അവർ പ്രളയം വരുമ്പോൾ അവരെ രക്ഷ കുളിച്ചിട്ടും കേരളത്തിൻ്റെ സൈന്യമാണ് അതാണ് അവർ പുഴയത്തിട്ട് മാത്രം കാര്യമില്ല. അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവർ ഉപജീവനമാർഗം ആകെ താറുമാറായി. ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടാണ് നമ്മൾ ഊന്നിയായാലും മറ്റു കൂടുകൃഷിയും എല്ലാം ഇറക്കി ചെയ്യുന്നത്. അതിപ്പോൾ ഈ സീസൺ തന്നെ താറുമാറാക്കി എല്ലാം കംപ്ലീറ്റ് വലയും കയറി അവരുടെ തൊഴിലുപകരണങ്ങളെല്ലാം നശിച്ച് ഊന്നി എല്ലാം നഷ്ടപ്പെട്ട് അവർ പട്ടിണിയിലേക്ക് പോകുന്നു. ഇനിയെങ്കിലും സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ നേരെ കണ്ണു തുറന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് കായലോരം കടലോരം ദുരിതത്തിലാണ്, അതിൻ്റെ ഒപ്പം തന്നെ കായലോര മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ വളരെ പരിതാപകരം, അല്ലെങ്കിൽ മുഴുപട്ടിണിയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ അവർ കടം കൊണ്ടും അതൊക്കെയാണ് ഊന്നിയെടുത്തതും. അവർ ഈ ഒരു സീസൺ പ്രതീക്ഷിച്ചുകൊണ്ട്, ഈ വർഷക്കാല സീസൺ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് ഈ വല. ഇനിയിപ്പോൾ ഈ 1.5 മാസത്തെ ഇത് കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിക്കണം. ആഗസ്റ്റ് 1 ഈ സീസൺ അവസാനിക്കും. അതിക്ക് മുമ്പ് എന്തെങ്കിലും കിട്ടി നമ്മളുടെ പട്ടിണിയെങ്കിലും മാറ്റാൻ കഴിയുമെന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് അതും ഇപ്പോൾ മുഴുപട്ടിണിയിലേക്കും ഇനിയിപ്പോൾ ഈ വല ശരിയാ ഒരു വല റെഡിയാക്കി എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 35,000-40,000 രൂപ ചിലവ് വരും. ഒരു വല 35,000. അപ്പോൾ അതുപോലെ 4-5 വലകളാണ് ഓരോ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടതിന്. ഒപ്പം അവർ ഊന്നി വല നഷ്ടപ്പെട്ടതിന് ഇപ്പോൾ അത് പുതിയ ഊന്നികളൊക്കെ തറച്ച് റെഡിയാക്കി വരുമ്പോഴേക്കും ഈ സീസൺ അവസാനിക്കും. ഇത് റെഡിയാക്കണമെങ്കിൽ തന്നെ അതിനും 1000-കണക്കിന് രൂപ ചിലവാണ് ഇത് ഊന്നി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ കക്കോട്ട് കൊയ്യപ്പാട് തുടങ്ങി നമ്മുടെ ഈ കൃഷ്ണൻകോട്ട കൊടുങ്ങല്ലൂർ കൃഷ്ണൻകോട്ട കായലിലുള്ള സകല ഊന്നികൾ ഏറ്റവും കൃഷ്ണൻകോട്ട ഭാഗത്തുള്ള കംപ്ലീറ്റ് ഊന്നികളുടെ അവസ്ഥ ഇതാണ്. കൊയ്യപ്പാട്, താഴെവല ഊന്നി, കക്കോട്ട് അടക്കമുള്ള എല്ലാ ഊന്നികൾക്കും ഒരു ഇത് സംഭവിക്കും. അപ്പോൾ അത് ഇനി മത്സ്യമേഖലയിലെ ദുരിതങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾ സർക്കാർ ശ്രദ്ധ ചെലുത്തി മത്സ്യവകുപ്പും മുഖ്യമന്ത്രിയും വേണ്ട പരിഗണന അവർക്ക് നൽകിയില്ലെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ഇടപെടലുകൾ നടത്തി അവരുടെ പട്ടിണിയും ദുരിതങ്ങളും അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ചേണി ഇടിഞ്ഞാണ് ഇപ്പം ഇത് വന്നേക്കുന്നത്.
കായലിലൂടെ ഒഴുക്ക് ശക്തമായ കൂടി ചേണി വന്ന് ഊന്നിയെല്ലാം ഇപ്പോൾ പുറകെ ഇപ്പോൾ അവിടെ നിന്ന് പായൽ കോൾ നിലങ്ങളിൽ നിന്ന് പായലുകൾ തള്ളി ഇനിയിപ്പോൾ പുറകെ കുളവാഴയും ചങ്ങാടം പോലെ വന്ന് അതും ഈ അവസ്ഥയിലേക്കാണ് ജനങ്ങൾ പോകണം. അപ്പോൾ ഇതെന്നെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടണമെന്ന് മാത്രം സർക്കാരിനോട് അപേക്ഷിക്കണം. അതിനൊപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾക്ക് ഒരു പരിഹാരമെന്നോണം അടിയന്തര സഹായം നൽകി അവരെ സംരക്ഷിക്കണമെന്നും സർക്കാരിനോട് വിനീതമായി അപേക്ഷിക്കുകയാണ്.